വടകരയിൽ ക്യാരവാനിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. മരിച്ച ചെറുപുഴ സ്വദേശി ജോയലിന്റെയും വണ്ടൂർ സ്വദേശി മനോജിന്റെയും മരണത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയാണ് ലക്ഷ്യം. സമീറുണ്ട്. സമീർ സി മുഹമ്മദ് ഒരിക്കൽ കൂടി ചേരുന്നു. സമീർ, വീണ്ടും പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഈ മൃതദേഹങ്ങൾ ഇന്ന് മാത്രമേ അവിടെ നിന്ന് മാറ്റുകയുള്ളൂ എന്നറിയുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം കഴിഞ്ഞ ദിവസം രാത്രിയാണ് 2 ദിവസം പഴകിയ നിലയിലുള്ള ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. അത് ആരാണെന്ന് പിന്നീട് വളരെ പെട്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. മാത്രമല്ല, ഇത് ആരുടെ വണ്ടിയാണ്? രജിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ അത് പൊന്നാനിയിൽ രജിസ്റ്റർ ചെയ്ത നമ്പറാണ് എന്ന് മനസ്സിലാകുന്നു. KL 54 ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ നാസർ എന്ന് പറഞ്ഞ ഒരാളുടെ പേരിലാണ് ഈ വണ്ടി രജിസ്റ്റർ ചെയ്തെന്ന് പറയുന്നു. ഒരു ഹോളിഡേ ഈ ട്രിപ്പുകളൊക്കെ നടത്തുന്ന ഒരു എന്താണ് പറയുക, അത്തരമൊരു സ്ഥാപനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇവരാരാണ്? ഇവരെങ്ങനെയാണ് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? എന്താണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ഈ വിഷവാതകം ശ്വസിച്ച് തന്നെയാണോ മരണം സംഭവിച്ചത്? ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ടോ പോലീസ്? ക്രിസ്റ്റീന, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം പുറത്തറിഞ്ഞത്. 2 ദിവസമായി ഈ വാഹനം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഈ കാരവൻ വടകരയിൽ ദേശീയപാതയോർത്താണ് ഇങ്ങനെ കിടക്കുന്നത്. KL 54P 1060 എന്നുള്ള ഈ വാഹനം ഇതിങ്ങനെ കിടക്കുന്നത് കാണുന്ന ഒരു സാഹചര്യത്തിലാണ് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഈ വാഹനത്തിന് അകത്ത് 2 മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയത്. ഒന്ന് ഇതിൻ്റെ ഡ്രൈവറായിട്ടുള്ള മലപ്പുറം വണ്ടൂർ സ്വദേശി മനോജാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ഒരു സുഹൃത്ത് കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ജോയലുമാണ്. ഈ 2 പേരുടെ മൃതദേഹമാണ് ഈ വാഹനത്തിലുള്ളത്. ഒരാളുടെ മൃതദേഹമുള്ളത് ഇതിൻ്റെ ഡോറിനോട് ചേർന്ന് സ്റ്റെപ്പിൻ്റെ അരികിലായാണുള്ളത്. മറ്റൊരാളുടെ മൃതദേഹമുള്ളത് വാഹനത്തിൻ്റെ പിൻഭാഗത്തും. സംഭവം അറിഞ്ഞതിന് മുതൽ ഇവിടേക്ക് വലിയ രീതിയിൽ ആളുകൾ എത്തുന്നു. ഒപ്പം തന്നെ പ്രധാനപ്പെട്ടതും ഈ മനോജിൻ്റെയും അതുപോലെ തന്നെ ജോയലിൻ്റെയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ളവരും ഇവിടെ എത്തിയിട്ടുണ്ട്. മൃതദേഹം ഇപ്പോഴും ഈ വാഹനത്തിന് അകത്ത് തന്നെയാണുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷമായിരിക്കും മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുക. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. അതിനുവേണ്ടിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നു. വൈകാതെ തന്നെ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകും. ഇപ്പോൾ ഈ മരിച്ച 2 ആളുകളെയും തിരിച്ചറിയുകയും അതുപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം ഊർജിതമായി മുന്നേറുകയും ചെയ്യുന്നു. ഈ സംഭവത്തിലേക്ക് ഇടയാക്കിയത്, ഈ മരണത്തിനിടയാക്കിയ ഒരു കാര്യം, AC ഓൺ ചെയ്ത് ഇരുവരും ഉറങ്ങിയതാകാമെന്നും അതിൻ്റെ ACയുടെ ഗ്യാസ് ലീക്കായത്, അതായത് വിഷപ്പുക ശ്വസിക്കാനിടയായിട്ട് കൊണ്ടാകാം, അങ്ങനെയായിരിക്കാം മരണം സംഭവിച്ചത് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. ഏതായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. വിശദമായ അന്വേഷണത്തിലൂടെ എങ്ങനെയാണ് ഈ 2 പേരുടെയും മരണം സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ കഴിയും. എന്തായാലും ഉച്ചയോടുകൂടിയായിരിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. ക്രിസ്റ്റീന.